മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ച സമവായത്തിലേക്ക് നീങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. മന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെങ്കിലും പോകുന്നതാണ് നല്ലത്. KGMC ടീമുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ള ഒരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് സാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അരമണിക്കൂർ നീണ്ടുനിന്ന അടിമുടി പാളിപ്പോയൊരു വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ വിളിച്ച് ഉന്നതനാരെ എന്നുള്ള ചോദ്യമായിരുന്നു വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ മുതൽ ഉയർന്നു വന്നത്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ് ആയിരുന്നു. അവര് ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സ് ആണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട. DMEയുടെ രക്ഷാപ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ വാർത്താ സമ്മേളനം പിന്നെയും കൈവിട്ടു പോയേനെ. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിന്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണത്തിന്റെ ചുമതല DMEക്കായിരുന്നു. ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് DMEയും കർട്ടനിടുകയാണ്. ഇനിയും ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ആരോഗ്യത്തിന് നല്ലതാകില്ല എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.